സർ, എനിക്കൊരു സംശയം. നിങ്ങളെ പേജ് ഞാൻ അധികം കാണുന്ന ഒരാളാണ്. അപ്പോൾ ഈ സൂചി കുത്തുമ്പോൾ വേദന അറിയില്ലേ? നിങ്ങൾ ചികിത്സിക്കുന്ന സമയത്ത് പല ആളും ഇങ്ങനെ സൂചി കുത്തുന്ന കണ്ട് ആരും നിലവിളിക്കുന്നോ ഒച്ചപ്പാട് കരയുന്നതോ ഒന്നും ഞാൻ കേട്ടിട്ടില്ല. അപ്പോൾ അതിൻ്റെ എനിക്കൊരു സംശയം, ഈ ചികിത്സ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് ഒന്നും കൂടി വിശദീകരിച്ച് തരാമോ? ശ്രീ പ്രചോദിൻ്റെ സംശയം. ശ്രീ പ്രചോദ് നമ്മുടെ അടുത്ത പരിചയക്കാരനാണ്, വലിയ തമാശക്കാരനാണ്. ഞങ്ങളുടെ പേജ് ഫോളോ ചെയ്യുന്ന വ്യക്തിയാണ്. അത്യാവശ്യം ലൈക്ക് അടിക്കും, ഷെയർ ചെയ്യും. അങ്ങനെ നമ്മളെ എല്ലാ തരത്തിലും സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയും അഭ്യുദയകാംക്ഷിയും ഒക്കെയാണ്. അപ്പോൾ അദ്ദേഹം ഇന്നലെ കണ്ടുമുട്ടിയപ്പോൾ എന്നോട് ചോദിച്ച ഒരു ചോദ്യമാണ്. അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും ഒരു 5 മിനിറ്റ് എന്തെങ്കിലുമൊക്കെ തമാശ ഇദ്ദേഹത്തോട് പറയുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെ കണ്ടുമുട്ടിയപ്പോൾ ഇദ്ദേഹം എന്നോട് ഉന്നയിച്ച ഒരു ചോദ്യമാണിത്. ഞാൻ പറഞ്ഞു, ഒരു ഉത്തരം ഞാൻ പറയാം. ഏതായാലും ആ ചോദ്യം ഒരു വീഡിയോയിൽ പറഞ്ഞിട്ട് ഇങ്ങോട്ട് കൊണ്ടുപോകും. എനിക്ക് മാത്രം ഉത്തരം കിട്ടിയാൽ മതിയോ, നാട്ടുകാർക്കും വേണ്ടേ? അപ്പോൾ അങ്ങനെ അദ്ദേഹം ആ ചോദ്യത്തെ ഈ വീഡിയോയിൽ പിടിച്ച് ഇങ്ങോട്ട് തന്നിരിക്കുവാണ്. അപ്പോൾ ഇനി ഞാൻ അതിൻ്റെ ഉത്തരം പറയും. അപ്പോൾ അതിനു മുമ്പ് അപ്പോൾ ഇദ്ദേഹം ഈ സംശയം വന്നപ്പോൾ എന്നോട് നേരിട്ട് ചോദിക്കാൻ കാണിച്ച ആ ഒരു മാതൃക അഭിനന്ദനം അർപ്പിക്കുന്നു. കാരണം പല ആളുകളും എന്നോട് ചോദിക്കുന്നതിന് പകരം വേറെ പല ആളുകളോടും ചോദിക്കും. പലതരത്തിലുള്ള ഉത്തരം കിട്ടും, പലതരത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി പലതരം പ്രതികരണങ്ങളും ഉണ്ടാകും. അപ്പോൾ അങ്ങനെ വിചിത്ര പ്രതികരണങ്ങൾ ഉണ്ടായതിൻ്റെ നിരവധി തമാശകൾ ഉണ്ട്. അതിൽ ഒന്ന് ഞാൻ ഇവിടെ പറയാം, ബാക്കിയെല്ലാം നമുക്ക് പിന്നെ പറയാറ്. അപ്പോൾ അതിൽ ഒന്നെന്ന് പറയുന്നത്, ഒരു യുവാവ് അദ്ദേഹത്തിൻ്റെ ആസ്മ എന്നെ കാണിക്കുവാൻ വേണ്ടി വന്നു. അങ്ങനെ പരിശോധനയെല്ലാം കഴിഞ്ഞ് സൂചി കുത്ത് ആരംഭിച്ചു. അങ്ങനെ അയാൾ ഒരു 3-4 പ്രാവശ്യം ചെയ്തു കഴിഞ്ഞപ്പോൾ വലിയ ആശ്വാസം ലഭിച്ചു. അപ്പോൾ അയാൾ കഴിച്ചുകൊണ്ടിരുന്ന മരുന്നുകളെല്ലാം നിർത്തുവാൻ വേണ്ടി പറ്റുന്ന വിധത്തിലായി. കാരണം മരുന്ന് ആവശ്യമില്ലാത്ത സിറ്റുവേഷൻ വന്നു, മരുന്ന് ആവശ്യം. പക്ഷേ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾക്ക് ഒരു സംശയം ഉണ്ടായി. അപ്പോൾ ഈ സൂചി കുത്തിയിട്ട് എങ്ങനെയാണ് രോഗം മാറും, ഈ ശ്വാസം മുട്ടൽ മാറുമോ എന്നൊരു സംശയം. അപ്പോൾ ഇത് സൂചി കുത്തിപ്പോൾ തന്നെയാണോ മാറിയത്? അപ്പോൾ അങ്ങനെ എന്നാൽ നമുക്കത് ഡോക്ടറോട് ചോദിക്കാം. അടുത്തൊരു MBBS ഡോക്ടർ അങ്ങനെ അദ്ദേഹത്തോട് ചെന്നു. അപ്പം ഇങ്ങനെ നമ്മളെ ഇന്ന കക്ഷി ശ്വാസം മുട്ടലിനായിട്ട് അപ്പഞ്ചർ എന്ന് പറഞ്ഞിട്ട് ഒരു സൂചി കുത്തുന്നത് എന്തോ ഒരു ചികിത്സയാണ്, അത് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെക്കൊണ്ട് ഇത് മാറുമോ? ഉടനെ ആ ഡോക്ടർ ഒരു ചിരിവാസാക്കി. ഈ സൂചി കുത്തിയിട്ട് ഇങ്ങനെ രോഗം മാറുമെങ്കിൽ എന്തിനാണ് ഞങ്ങളെപ്പോലെയുള്ളവർ മെഡിക്കൽ കോളേജിൽ പഠിക്കുന്നത്? എന്തിനാണ് ഈ ലോകത്ത് ഇത്രയധികം മെഡിക്കൽ ഷാപ്പുകൾ തുറന്നു വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നത്? ഈ മരുന്നുകളെല്ലാം എന്തിനാണ് ഇങ്ങനെ ഗവേഷണം നടത്തി കണ്ടുപിടിക്കുന്നത്? ഒരു സൂചിയെടുത്ത് കുത്തിയാൽ പോലെ. അപ്പോൾ യുവക്കാർ ആലോചിച്ച് നോക്കുമ്പോൾ വളരെ ശരിയാണ്. അങ്ങനെയാണെങ്കിൽ ഈ മെഡിക്കൽ കോളേജ് എന്തിനാണ്? ഡോക്ടർമാർ എന്തിനാണ് മെഡിക്കൽ ഷോപ്പുകൾ? സൂചി പോലെ. വളരെ ന്യായമായ ചോദ്യം. അപ്പോൾ ഉടനെ അവർ മനസ്സിലാക്കി ഇതൊരു തട്ടിപ്പാണ്. അങ്ങനെ ഈ തട്ടിപ്പ് നമ്മുടെ നാട്ടിൽ വെച്ചു പൊറിപ്പിക്കാൻ പാടില്ല എന്നും അവർ തീരുമാനിച്ചു. ഇത് ഏകദേശം 1995 കാലത്തെ കഥയാണ്. അയാളെ അടിച്ചു ഓടിച്ചിട്ട് തന്നെ ബാക്കി കാര്യം എന്ന നിലയിൽ ഇവർ തീരുമാനമെടുത്ത് ഒരു 3 പേർ ചേർന്ന് നേരെ നമ്മുടെ സ്ഥാപനത്തിൻ്റെ അടുക്കിലെത്തി. അപ്പോൾ നേരെ മുമ്പിൽ ഒരു ഹോട്ടലാണ്. അവിടെ വിജയൻ ആണ്. വിജയൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ്, വളരെ കോമഡിക്കാരനാണ്. എന്തു പറഞ്ഞാലും ചിരിക്കും. അയാളെ ഒരിക്കലും ദേഷ്യപ്പെട്ടിട്ട് കണ്ടിട്ടേ ഇല്ല. അങ്ങനെ ഒരു ചിരിപ്പുറുക്കിയാണ്. അപ്പോൾ ഈ വിജയൻ്റെ ചായക്കടിയിൽ വന്ന് ഇവർ ചായ പറഞ്ഞു, കടി പറഞ്ഞു. അങ്ങനെ ചായയും കടിയും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ അതിനിടയിൽ അവർ എൻ്റെ സ്ഥാപനത്തെ നേരെ ചൂണ്ടി ചോദിച്ചു, അതേതാ, എന്താ സ്ഥാപനം, അവിടെ എന്താ പരിപാടി? അപ്പോൾ വിജയൻ പറഞ്ഞു, അതൊരു ചികിത്സയാണ്, അതെന്താ വല്ല ഗുണമുള്ള കാര്യമാണോ? ആരെല്ലോ വന്നിട്ട് മാറിയിട്ട് പോന്നിയാണല്ലോ കാണുന്നത്, ചെറിയ ആളുകൾ ഇവിടെ വന്ന് ചായ കുടിക്കാറുണ്ട് എന്നും പറഞ്ഞു. എടോ, അത് തട്ടിപ്പാണ്, നമ്മൾ അയാളെ തച്ച് ഓടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഉടനെ വിജയൻ ചിരി തുടങ്ങി. വിജയൻ എന്ത് പറഞ്ഞാലും ചിരിക്കും, ആകാശം ഇടിഞ്ഞു വീണു എന്ന് പറഞ്ഞാലും വിജയൻ ഉടനെ ചിരിക്കും. അപ്പോൾ വിജയൻ്റെ ചിരിൻ്റെ ഒച്ച കേട്ടിട്ട് തൊട്ടടുത്ത് ജോസേട്ടൻ വാച്ച് കടയാണ്. അപ്പോൾ ജോസേട്ടൻ എന്നാ വിജയ എന്ന് ചോദിച്ചുകൊണ്ട് മെല്ലെ വിജയൻ്റെ കടയിലേക്ക് എത്തി. അപ്പോൾ പറഞ്ഞു, ഡോക്ടറെ തല്ലാൻ പിടിച്ച് ഒരു 3 ആൾ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഉടനെ ജോസേട്ടൻ പറഞ്ഞു, അതെയോ, ആംബുലൻസ് എല്ലാം ഏർപ്പാടാക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഉടനെ അവർ പറഞ്ഞു, ആംബുലൻസിനൊന്നും ആവശ്യമില്ലപ്പോൾ നമ്മൾ അയാൾ ഇങ്ങ് ഓടിക്കുമെന്നല്ലാതെ അങ്ങനെ ആംബുലൻസ് കൊണ്ടുപോകേണ്ട കാര്യമൊന്നും ആക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഉടനെ ജോസേട്ടൻ പറഞ്ഞു, അങ്ങനെയല്ല, നിങ്ങൾക്ക് പോകണ്ടേ, നിങ്ങൾക്ക് മടങ്ങിപ്പോണ്ടേ എന്ന്. അപ്പോൾ ഉടനെ അവർ ചോദിച്ചു, അതെന്താ അങ്ങനെ പറഞ്ഞു? അയാൾ കരാട്ടിയല്ലേ, അയാൾ കരാട്ടിയാണ്, കുറച്ച് കുമ്പും അറിയാം, അപ്പോൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വലിയ ആപത്തായി തീരാൻ സാധ്യതയുണ്ട്, നമ്മൾ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കേട്ടപ്പോൾ അവരും എല്ലാം എണീച്ചു, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒന്ന് നോക്കി, ഉടനെ ചായൻ്റെ കാശും കൊടുത്ത് തിരിച്ചുപോയി. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ തമാശകൾ ഉണ്ട്. അപ്പോൾ ഈ തിരിച്ചു പോയി കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നീട് ഉച്ചയ്ക്ക് അവിടെ എൻ്റെ അങ്ങനെ ഊണ് കഴിക്കാൻ പോയ സമയത്ത് ഊണെല്ലാം കഴിച്ചിരിക്കുമ്പോൾ ജോസേട്ടൻ വിജയനും കൂടി എന്നോട് ഈ തമാശ കഥ പറഞ്ഞു തോന്നുന്നു. അപ്പോൾ ഏതായാലും പ്രചോദ് നേരിട്ട് എന്നോട് ചോദിച്ചതിനാൽ എനിക്ക് വളരെ സന്തോഷം ഉണ്ട്. അപ്പോൾ സൂചി കുത്തുമ്പോൾ വേദന ഉണ്ടാവുകയില്ലേ എന്ന ചോദ്യത്തിന് ഒന്നാമത്തെ ഉത്തരം എന്ന് പറയുന്നത്, ചില കണ്ടീഷനുകൾ അനുസരിച്ചാണ് അത്തരമൊരു സാഹചര്യം ഉണ്ടാകുന്നത്. അതിൽ ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത്, ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന വീഡിയോയിലുള്ള സൂചി കുത്തുന്ന ആൾ, അദ്ദേഹം ഏതാണ്ട് 40 കൊല്ലത്തോളമായി ഇങ്ങനെ ആളുകളെ ചറപറ രാവിലെ തൊട്ട് രാത്രിയോളം സൂചി കുത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അത്തരം പ്രവർത്തനം തുടർച്ചയായി ചെയ്തതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന വൈദഗ്ധ്യം, അപ്പോൾ ആ വൈദഗ്ധ്യവും കൈയടക്കവും അതിലൊരു വലിയ ഘടകം ആണ്. രണ്ടാമത്തെ, ഈ സൂചി കുത്തുന്നതിന് വേണ്ടി ചില ടെക്നിക്കുകൾ ഉണ്ട്, നീഡ്ലിംഗ് ടെക്നിക്കുകളുണ്ട്. അപ്പോൾ അത് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ വേദന സാധാരണഗതിയിൽ ഉണ്ടാവുകയില്ല, അഥവാ ചെറിയൊരു വേദന ഉണ്ടായി എന്ന് വരാം. മൂന്നാമത്തെ കാര്യം, ഒരു രോഗം ബാധിച്ച് ഒരു പ്രത്യേക ഭാഗത്തേക്ക് ബാധിക്കുമ്പോൾ ആ ഭാഗത്തുള്ള നമ്മൾ ഇത്തരം സൂചി കുത്താൻ ഉപയോഗിക്കുന്ന പോയിന്റുകൾക്ക് അതിൻ്റെ സംവേദനക്ഷമത കുറയുകയോ നഷ്ടപ്പെടുകയോ ചെയ്യും. അപ്പോൾ അവിടെ കുത്തുന്ന മെസ്സേജുകൾ ബ്രെയിനിലേക്ക് വളരെ സ്മൂത്തായി എത്തുകയില്ല. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ സൂചി തറച്ചു കഴിഞ്ഞാൽ ആ പേഷ്യൻറ്റിന് അത്ര വേദന അനുഭവപ്പെടുകയില്ല. എന്നാൽ കുറച്ച് ദിവസങ്ങളൊക്കെ ഈ പ്രയോഗങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞു വരുമ്പോൾ അവിടെ തുറക്കുകയും ആ കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആവുന്ന ഒരു ഘട്ടത്തിൽ കുറച്ചുകൂടി വേദന അനുഭവപ്പെട്ടു എന്നും വരാം. അപ്പം ചില ഏരിയകൾ, അതായത് നമ്മുടെ ഇന്ദ്രിയങ്ങൾ, കണ്ണ്, മൂക്ക്, ചെവി തുടങ്ങിയ അവയവങ്ങളുടെ അടുത്ത്, അതുപോലെ കൈപ്പത്തി, കാൽപ്പത്തി തുടങ്ങിയ ഭാഗങ്ങൾ, ഇവിടെയൊക്കെ വേദന കുറച്ച് കൂടുതൽ അനുഭവപ്പെടുന്ന സ്ഥലങ്ങൾ ആണ്. അപ്പം ഇത് കൂടാതെ ചില പേഷ്യൻ്റ്, സെൻസിറ്റീവ് പേഷ്യൻ്റ് എന്ന് പറയും, അവർക്ക് സൂചി കാണുമ്പോഴേ വേദന തുടങ്ങും. അപ്പോൾ അത്തരം ഭയം ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ വേദനാകരം ആയി അനുഭവപ്പെട്ടേക്കാം. ഒരു ഇക്ക ഒരിക്കൽ എന്നെ കാണാൻ വേണ്ടി വന്നു. അപ്പോൾ ഇക്കയുടെ ഭാര്യയെ എൻ്റെ അടുത്ത് കൊണ്ടുവരണം, മുട്ടുവേദനയ്ക്ക് ചികിത്സിക്കാനാണ്. അപ്പോൾ അവർക്കൊരു പ്രശ്നമുണ്ട്, സൂചി കണ്ടാൽ നേരെ ബോധം കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഈ ബോധം കെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഭയപ്പെടരുത്, നിങ്ങൾ സൂചി കുത്തിക്കോളണം, ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറയാനാണ് ഇക്ക ആദ്യമേ വന്ന് എന്നെ സമീപിച്ച് കാര്യങ്ങളെല്ലാം ധരിപ്പിച്ചത്. അതുപ്രകാരം ഇക്ക അദ്ദേഹത്തിൻ്റെ ഭാര്യയെ കൊണ്ടുപോയി. അപ്പോൾ ഭാര്യയെ ഒരു കട്ടിലിൽ കിടത്തിയാൽ
ഇക്കനെ ഞാൻ അടുത്ത് ഒരു സ്റ്റൂൾ വെച്ച് ഇരുത്തുന്നു. ഇക്ക കയ്യിൽ വെള്ളവും പിടിച്ച് അവിടെ ഇരിക്കുന്നു. അപ്പോൾ ഞാൻ സൂചി പുറത്തെടുക്കുന്നു. ഉടനെ നമ്മുടെ ഇക്കയുടെ താത്ത ബോധം കെടുന്നു. സൂചി കാണുകയേ കൊണ്ടു, ബോധം കെട്ടു, ഇപ്പം വീണു. അപ്പോൾ ഉടനെ മുട്ടിന് സൂചി കുത്തിക്കോ എന്ന് ഇക്കേൻ്റെ വക നിർദ്ദേശം. ഞാൻ മുട്ടിന് വീണെന്ന് ചികിത്സയുടെ ചെയ്യുന്നു. ആ ചികിത്സ കഴിഞ്ഞ ഉടനെ ഇക്ക വെള്ളം മുഖത്ത് തളിക്കുന്നു. വേറെ കുഴപ്പമൊന്നുമില്ല. ഉടനെ ഇത്ത സൂചി തളിക്കുകയും കൊണ്ടു. അപ്പോൾ കൂടുതൽ സമയമൊന്നും വേണ്ട. സൂചി കുത്തിയ കഴിയുന്ന ഉടനെ സെക്കൻഡുകൾക്കുള്ളിൽ സൂചി ചടയപ്പടയെ കുത്തി ഉടനെ വെള്ളം തളിക്കുന്നു. താത്ത കണ്ണു തുറക്കുന്നു. കുഴപ്പമില്ല. അങ്ങനെ താത്ത വളരെ സൂചി കുത്തി തറച്ച് കഴിഞ്ഞിട്ട് പിന്നെ കണ്ടാലും കുഴപ്പം ഇല്ല. ആ കുത്തുന്ന ആലോചിക്കുമ്പോഴാണ്, സൂചി തരിക്കുമ്പോഴും ഇല്ല പ്രശ്നം, തരിക്കുന്നതിന് മുമ്പേ കാണുമ്പോഴാണ് ബോധം കയറുന്നത്. അപ്പോൾ അങ്ങനെ ഈ താത്തയുടെ ഒരു ചികിത്സ ചെയ്തതായിട്ടും ഓർമ്മിക്കുന്നു. അപ്പോൾ അതാണ് സെൻസിറ്റീവ് പേഷ്യൻ്റ്. അപ്പോൾ ഈ സെൻസിറ്റീവ് പേഷ്യൻറ്റിനും കുറച്ചധികം വേദന ഉണ്ടായേക്കാം. അപ്പോൾ ഇങ്ങനെ പല ഘടകങ്ങളിൽ പിന്നീട് ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ വേദന ഇല്ലാതെ കുത്താൻ വേണ്ടി പഴയ കാലത്ത് ഗണ്ണുകൾ ഉണ്ടായിരുന്നു, ചിലതരം ഗണ്ണുകൾ. അപ്പോൾ ആ ഗണ്ണ് വാങ്ങിയിട്ട് അതിനകത്ത് സൂചി ഇട്ടിട്ട് വലിച്ചടിക്കുന്നു. അപ്പോൾ ഒക്കെ എന്ന് പറഞ്ഞിട്ടൊരു സെക്കൻഡ് കൊണ്ടുപോയി സൂചി തളിക്കും. അപ്പോൾ ഇപ്പോഴ് നിങ്ങൾ കണ്ടിരിക്കും പല വീഡിയോകളും, ഒരു ചെറിയ ട്യൂബ്, ആ ട്യൂബിലിട്ടിട്ട് വിരൽ കൊണ്ട് തട്ടുന്നു. അപ്പോൾ വേദനയില്ലാതെ സൂചി അങ്ങ് ഉള്ളിലേക്ക് കയറി പോകുന്നു. അപ്പോൾ അതൊക്കെ ഒരു കളിപ്പാട്ടം, ടോയ്സ് എന്നാണ് ഞങ്ങൾ സീനിയർമാർ പറയുക. സീനിയർമാർ ആരും തന്നെ ഇത്തരത്തിലുള്ള ടോയ്സ് ഉപയോഗിക്കുകയില്ല. അവർ നേരിട്ട് സൂചി തറക്കും. നമുക്ക് അതിൻ്റെ യാതൊരു ആവശ്യവും ഇല്ല. ഏതായാലും തമാശയാണ്. പ്രചോദനി വളരെ നന്ദി.